2026 ICC പുരുഷ T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയും സിംബാബ്വേയും സൂപ്പർ 8 ഘട്ടത്തിൽ ഒരു തീപാറുന്ന പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ക്രിക്കറ്റിലെ വമ്പന്മാരായ ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് ഈ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. സെമിഫൈനലിലേക്ക് കടക്കാൻ ഇരു ടീമുകളും പോരാടുന്നതുകൊണ്ട് ഈ നിർണായക പോരാട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു ഘട്ടമാണിത്. ഇതൊരു വെറുമൊരു കളി മാത്രമല്ല, സിംബാബ്വേയെ സംബന്ധിച്ചിടത്തോളം ശക്തരായ ഒരു എതിരാളിക്കെതിരെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ കിട്ടിയ വലിയൊരു അവസരമാണിത്. T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്കയാണ് എല്ലായ്പ്പോഴും ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത്. 8 മത്സരങ്ങളിൽ 7ലും വിജയിച്ച അവർക്ക് മികച്ചൊരു ഹെഡ് ടു ഹെഡ് റെക്കോർഡാണുള്ളത്. ഒരു മത്സരം ഫലമില്ലാതെ അവസാനിക്കുകയും ചെയ്തു. 2025 ജൂലൈയിൽ സിംബാബ്വേയിൽ വെച്ച് ഇവർ അവസാനമായി ഏറ്റുമുട്ടിയപ്പോൾ പ്രോട്ടിയാസ് 7 വിക്കറ്റിന്റെ ഒരു ആധികാരിക വിജയം നേടിയിരുന്നു. 2026 T20 ലോകകപ്പിൽ ഇതുവരെ പരാജയമറിയാതെ മുന്നേറുന്ന ദക്ഷിണാഫ്രിക്ക വലിയ ആത്മവിശ്വാസത്തിലും മികച്ച ഫോമിലുമാണ് ഈ സൂപ്പർ 8 മത്സരത്തിലേക്ക് എത്തുന്നത്. പ്രോട്ടിയാസിന്റെ സ്ഥിരതയാർന്ന പ്രകടനം ടൂർണമെന്റിലെ പ്രധാന ഫേവറിറ്റുകളിലൊന്നായി അവരെ അടയാളപ്പെടുത്തുന്നു. സിംബാബ്വെക്കാകട്ടെ ചരിത്രപരമായി ശക്തരായ ഒരു എതിരാളിയെയും നിർണായകമായ ഒരു ലോകകപ്പ് മത്സരത്തിന്റെ സമ്മർദ്ദത്തെയും ഒരുപോലെ അതിജീവിക്കേണ്ട ഇരട്ട വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. സൂപ്പർ 8 ഫോർമാറ്റ് അനുസരിച്ച് ഓരോ ഗ്രൂപ്പിൽ നിന്നും മികച്ച 2 ടീമുകൾക്ക് മാത്രമേ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് മുന്നേറാനാകൂ. അതുകൊണ്ട് ഓരോ പന്തിനും ഓരോ റണ്ണിനും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഈ മത്സരം വെറുമൊരു വിജയത്തിനു വേണ്ടിയുള്ളതല്ല, ലോക ക്രിക്കറ്റിൽ തങ്ങളുടേതായ ഒരു അടയാളം രേഖപ്പെടുത്താനുള്ളതാണ്. നിലവിലുള്ള ചിട്ടകൾ തകർത്ത് ടൂർണമെന്റിൽ കൂടുതൽ മുന്നോട്ടു പോകാൻ ലക്ഷ്യമിടുന്ന സിംബാബ്വെ ടീമിന് ഇത് വളരെ പ്രധാനമാണ്. സിംബാബ്വെയ്ക്ക് ഒരു ചരിത്രപരമായ അട്ടിമറി വിജയം നേടാൻ കഴിയുമോ, അതോ ദക്ഷിണാഫ്രിക്ക സെമിഫൈനലിലേക്ക് തങ്ങളുടെ ആധിപത്യം തുടരുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആഗോള ക്രിക്കറ്റ് ലോകം. 2026 T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ ലോകകപ്പ് യാത്ര ശരിക്കും കരുത്താർജിച്ചത് ഒരുപാട് വെടിക്കെട്ട് താരങ്ങളും സ്ഥിരതയുള്ള കളിക്കാരും ചേർന്നപ്പോഴാണ്. ഇത് അവരെ സൂപ്പർ 8-ൽ നേരിടാൻ പ്രയാസമുള്ള ഒരു ടീമാക്കി മാറ്റുന്നു. അവരുടെ ബാറ്റിംഗ് നിരയിൽ മുന്നിലുള്ളത് ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഇടങ്കേൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ക്വിന്റൻ ഡികോക്കാണ്. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ അതിവേഗം റൺസ് അടിച്ചുകൂട്ടുന്നതിൽ മിടുക്കനായ ഡികോക്ക് T20 ഇന്റർനാഷണലുകളിൽ പ്രോട്ടീസിന്റെ നിർണായക കളിക്കാരനാണ്. വർഷങ്ങളുടെ അനുഭവസമ്പത്തും കളി ജയിപ്പിക്കാനുള്ള കഴിവുകളും അദ്ദേഹത്തിനുണ്ട്. പവർ പ്ലേകളിൽ കളം വാഴാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു ഇന്നിംഗ്സിന്റെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ളതാണ്. ഡികോക്കിന് കൂട്ടായി മികച്ച ഫോമിൽ കളിക്കുന്ന റയാൻ റിക്കർട്ടൺ എന്ന മറ്റൊരു ഇടങ്കേൻ വിക്കറ്റ് കീപ്പർ ബാറ്ററും ടീമിലുണ്ട്. 2026-ൽ 29-30 വയസ്സ് പ്രായമുള്ള റിക്കർട്ടൺ 2024-ലെ SA20 സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചുകൂട്ടിയ താരമാണ്. 2025-ലെ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നേടിയ ദക്ഷിണാഫ്രിക്കൻ ടീമിലെ അംഗവുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ മധ്യനിരക്ക് സ്ഥിരതയും റൺസ് കൂട്ടിച്ചേർക്കാൻ ഒരു കരുത്തും നൽകുന്നു. ബാറ്റിംഗ് ശക്തി വർദ്ധിപ്പിക്കാൻ യുവതാരം ഡെവാൾഡ് ബ്രേവിസുമുണ്ട്. AB ഡിവില്ലിയേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന നിർഭയമായ ആക്രമണോത്സുകമായ ശൈലി കാരണം ബേബി എബി എന്നാണ് ഇദ്ദേഹം സ്നേഹത്തോടെ അറിയപ്പെടുന്നത്. 22-23 വയസ്സുള്ള ബ്രേവിസ് 2023 ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര T20 അരങ്ങേറ്റം കുറിച്ചു. 2025-ലെ IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിച്ചതടക്കം പല ഫ്രാഞ്ചൈസി ലീഗുകളിലും തന്റെ വെടിക്കെട്ട് പ്രകടനങ്ങൾ അദ്ദേഹം ഇതിനോടകം കാഴ്ചവെച്ചു കഴിഞ്ഞു. ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ 32-33 വയസ്സുള്ള വലങ്കയിൻ പേസ് ബൌളറായ ആൻഡിച്ച് നോർക്കിയാണ് ദക്ഷിണാഫ്രിക്കൻ ആക്രമണത്തിന്റെ കുന്തമുന. 2024-ലെ T20 ലോകകപ്പ് ഫൈനലിലേക്ക് പ്രോട്ടീസിനെ എത്തിക്കുന്നതിൽ നോർക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചു. അതിവേഗത്തിലും മികച്ച ബൗൺസിലൂടെയും വിക്കറ്റുകൾ നേടുന്നതിൽ അദ്ദേഹം പേരുകേട്ടവനാണ്. ഇത് അദ്ദേഹത്തെ സ്ഥിരമായി വിക്കറ്റ് നേടുന്ന ഒരു ബൌളറാക്കുന്നു. 19-20 വയസ്സുള്ള ഇടങ്കേൻ പേസ് ബൌളറായ ക്വേന മഫാക്കയുടെ യുവത്വത്തിന്റെ ഊർജ്ജം ദക്ഷിണാഫ്രിക്കയുടെ ബൌളിംഗ് നിരക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു. 2024 ഓഗസ്റ്റിൽ T20 അരങ്ങേറ്റം കുറിച്ച ഇദ്ദേഹം 2024-ലെ അണ്ടർ-19 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാളുമാണ്. പരിചയസമ്പന്നരായ താരങ്ങളും വളർന്നുവരുന്ന യുവപ്രതിഭകളും ചേർന്ന ഈ കൂട്ടായ്മ ടൂർണമെന്റിന്റെ അവസാന ഘട്ടങ്ങളിൽ ദക്ഷിണാഫ്രിക്കയെ ഒരു ശക്തരായ എതിരാളിയാക്കുന്നു. സിംബാബ്വെക്ക് സൗത്ത് ആഫ്രിക്കയുടെ കരുത്തുറ്റ നിരക്കെതിരെ ഇതൊരു കടുത്ത പരീക്ഷണമാണ്. പ്രതീക്ഷകളത്രയും അവരുടെ പരിചയസമ്പന്നനായ ഓൾറൗണ്ടറും T20 ക്യാപ്റ്റനുമായ സിക്കന്ദർ റാസയുടെ തോളുകളിലാണ്. നിലവിൽ 39-40 വയസ്സുണ്ടെങ്കിലും സിംബാബ്വെ ടീമിന്റെ നട്ടെല്ല് റാസ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആക്രമണോത്സുകമായ വലങ്കയിൻ ബാറ്റിംഗും കണിശമായ വലങ്കയിൻ ഓഫ് സ്പിൻ ബൌളിംഗും ടീമിന് വലിയ മുതൽക്കൂടാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ നയിക്കാനും മികച്ച പ്രകടനം പുറത്തെടുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ സൂപ്പർ 8 പോരാട്ടത്തിൽ സിംബാബ്വെയുടെ വിജയപ്രതീക്ഷകൾക്ക് വളരെ പ്രധാനമാണ്. വിവിധ ഫ്രാഞ്ചൈസി ലീഗുകളിൽ റാസ അടുത്തിടെ പുറത്തെടുത്ത മികച്ച പ്രകടനം കണ്ടാൽ മനസ്സിലാകും, ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ദേശീയ ടീമിന് ഒരു മാച്ച് വിന്നർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നു. എങ്കിലും ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണല്ലോ. അപരാജിതരായ സൗത്ത് ആഫ്രിക്കയെ വെല്ലുവിളിക്കണമെങ്കിൽ സിംബാബ്വെയുടെ മറ്റ് താരങ്ങളും കഴിവുന്നതുയരണം. അങ്ങനെ ഉയർന്നുവരുന്ന താരങ്ങളിൽ പ്രധാനിയാണ് ഡിയോൺ മയേഴ്സ്. 23-24 വയസ്സുള്ള ഈ വലങ്കയിൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ 2020-ലെ അണ്ടർ-19 ലോകകപ്പിൽ സിംബാബ്വെയെ നയിച്ച താരം കൂടിയാണ്. 2021 ജൂലൈയിൽ T20 അരങ്ങേറ്റം കുറിച്ച ഇദ്ദേഹം ബാറ്റിംഗ് ഓർഡറിലേക്ക് യുവത്വത്തിന്റെ ഊർജ്ജവും വലിയ സാധ്യതകളുമാണ് കൊണ്ടുവരുന്നത്. വേഗത്തിൽ റൺസ് നേടാനും ഒരു ഇന്നിംഗ്സിന് അടിത്തറ പാകാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ശക്തരായ സൗത്ത് ആഫ്രിക്കൻ ബൌളിംഗ് നിരക്കെതിരെ വളരെ നിർണായകമാകും. ടോണി മുനോങ്കയാണ് മറ്റൊരു പ്രധാന ഓൾറൗണ്ടർ. 26-27 വയസ്സുള്ള ഈ വലങ്കയിൻ ബാറ്റ്സ്മാനും വലങ്കയിൻ ഓഫ് ബ്രേക്ക് ബൌളറും 2019 സെപ്റ്റംബറിൽ T20 ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ്. മധ്യനിരയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിവുള്ള റൺസ് അധികം വഴങ്ങാത്ത ഒരു സ്പിൻ ഓപ്ഷൻ കൂടിയാണ് മുനോങ്ക. വ്യക്തിഗത മികവിനെ ഒരു ഒത്തൊരുമയുള്ള ടീം പ്രകടനമാക്കി മാറ്റുന്നതിലാണ് സിംബാബ്വെയുടെ യഥാർത്ഥ വെല്ലുവിളി.
സൗത്ത് ആഫ്രിക്കയുടെ ഈ കരുത്തുറ്റ നിരയെ തകർക്കാൻ അവർക്ക് കഴിയണം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ T20ൽ സിംബാബ്വെയ്ക്ക് അത്ര മികച്ച റെക്കോർഡല്ല ഉള്ളത്. ഇതുവരെ കളിച്ച 8 മത്സരങ്ങളിൽ 7ലും തോറ്റു, 1ൽ ഫലമുണ്ടായില്ല. ഈ അവസ്ഥ മറികടക്കാൻ മുഴുവൻ ടീമിന്റെയും ഒരു അസാധാരണ പ്രകടനം ആവശ്യമാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനും നിർണായക നിമിഷങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാനും അവർക്ക് സാധിച്ചാൽ ഈ ലോകകപ്പ് പോരാട്ടത്തിൽ സിംബാബ്വെയുടെ വിധി നിർണ്ണയിക്കപ്പെടും. 2026 T20 വേൾഡ് കപ്പിലെ സൗത്ത് ആഫ്രിക്ക സിംബാബ്വെ സൂപ്പർ 8 പോരാട്ടം കുറെ കിടിലൻ വ്യക്തിഗത പോരാട്ടങ്ങൾക്കും തന്ത്രപരമായ നീക്കങ്ങൾക്കും വേദിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ കരുത്തുറ്റ പേസ് ബൌളർമാരും സിംബാബ്വെയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരും തമ്മിലായിരിക്കും പ്രധാന പോരാട്ടം, അതിൽ സംശയമൊന്നുമില്ല. അൺറിച്ച് നോർജെ തന്റെ കട്ട പേസും ഉയരം കൂടിയ പന്തുകളെറിയാൻ കഴിവുള്ള യുവതാരം ക്വീന മാഫാക്കയും സിംബാബ്വെയുടെ ബാറ്റിംഗ് നിരയിലെ തുടക്കത്തിലെ പിഴവുകൾ മുതലെടുക്കാൻ നോക്കും. ഡിയോൺ മെയേഴ്സിനെപ്പോലുള്ള സിംബാബ്വെ ബാറ്റ്സ്മാൻമാർക്ക് ഈ പേസ് ആക്രമണത്തെ എങ്ങനെ നേരിട്ട് ടീമിന് നല്ലൊരു അടിത്തറയിടാൻ കഴിയുന്നു എന്നത് അവരുടെ വിജയസാധ്യതകളെ ഒരുപാട് സ്വാധീനിക്കും. ഇനി മറുവശത്ത് നോക്കിയാൽ ക്വിന്റൺ ഡികോക്ക്, റയാൻ റിക്കർട്ടൺ പോലുള്ള ദക്ഷിണാഫ്രിക്കയുടെ ആക്രമിച്ച് കളിക്കുന്ന ഓപ്പണർമാർക്ക് സിംബാബ്വെയുടെ വ്യത്യസ്തതകളുള്ള ബൌളിംഗ് ആക്രമണത്തെയാകും നേരിടേണ്ടിവരിക. സിംബാബ്വെയുടെ ഓൾറൗണ്ടർ സിക്കന്ദർ റിസാറുടെ പ്രകടനം ഈ കളിയിൽ ഒരുപാട് നിർണായകമാണ്. ബാറ്റിംഗിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വലങ്കയ്യൻ ഓഫ് സ്പിൻ ബൌളിംഗ് കൂടുതലും വലങ്കയ്യന്മാരായ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരക്കെതിരെ നന്നായി വർക്കൌട്ടാകാനും സാധ്യതയുണ്ട്. മധ്യ ഓവറുകളിൽ പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി റൺ ഒഴുക്ക് തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ പ്രോട്ടീസിന്റെ സ്കോറിംഗ് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ അത് നിർണായകമായേക്കും. അതുപോലെ ദക്ഷിണാഫ്രിക്കയുടെ പാർട്ട് ടൈം ലെഗ് സ്പിന്നർ ഡെവാൾഡ് ബ്രെവിസിനെ തന്ത്രപരമായി ഉപയോഗിക്കുന്നത് സിംബാബ്വെ ബാറ്റ്സ്മാൻമാർക്ക് ഒരു അപ്രതീക്ഷിത വെല്ലുവിളിയായേക്കാം. ഈ കളി വ്യക്തിഗത മികവിന്റെ മാത്രം ഒരു പ്രദർശനമല്ല, ക്യാപ്റ്റന്മാരുടെയും കോച്ചിംഗ് സ്റ്റാഫിന്റെയും ഒരു തന്ത്രപരമായ ചെസ് പോരാട്ടം കൂടിയാണ്. സെമിഫൈനലിലേക്ക് ആരൊക്കെ മുന്നേറുമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ സൂപ്പർ 8 മത്സരങ്ങളുള്ളത്. അതുകൊണ്ടുതന്നെ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ബൌളിംഗ് മാറ്റങ്ങൾ തുടങ്ങി ഓരോ തന്ത്രപരമായ തീരുമാനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ജയം നേടുന്നത് രണ്ട് ടീമുകൾക്കും അവരുടെ പോയിന്റ് നില മെച്ചപ്പെടുത്താനും സെമിഫൈനൽ സാധ്യതകൾ ഉറപ്പിക്കാനും അത്യാവശ്യമാണ്. അതുകൊണ്ടുതന്നെ സമ്മർദ്ദഘട്ടങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാനും അത് കൃത്യമായി നടപ്പിലാക്കാനുമുള്ള കഴിവായിരിക്കും ഇവിടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന 2026 ICC പുരുഷ T20 ലോകകപ്പിലെ സൂപ്പർ 8 ഘട്ടം നോക്കൌട്ട് സെമിഫൈനലുകളിലേക്കും ഫൈനലിലേക്കും കടക്കുമുമ്പുള്ള ഒരു വലിയ കടമ്പയാണ്. ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിനു ശേഷം 4 ഗ്രൂപ്പുകളിൽ ഓരോന്നിലെയും മുന്നിലെത്തുന്ന 2 ടീമുകൾ സൂപ്പർ 8ലേക്ക് യോഗ്യത നേടും. അവിടെ അവരെ വീണ്ടും 4 ടീമുകൾ വീതമുള്ള 2 പൂളുകളായി തിരിക്കും. ഈ സൂപ്പർ 8 ഗ്രൂപ്പിൽ ഓരോ ടീമും 3 മത്സരങ്ങൾ വീതം കളിക്കും. ആദ്യ റൗണ്ടിലെ പോയിന്റുകൾ ഇവിടെ പരിഗണിക്കില്ല എന്നതിനാൽ ഓരോ മത്സരവും വാശിയേറിയതാകും. ഏറ്റവും സ്ഥിരതയുള്ളതും ശക്തരുമായ ടീമുകൾക്ക് മാത്രമേ ഈ ഘട്ടത്തിൽ മുന്നേറാൻ സാധിക്കൂ എന്ന് ഈ ഫോർമാറ്റ് ഉറപ്പാക്കുന്നു. ഓരോ സൂപ്പർ 8 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് നേരിട്ട് സെമിഫൈനലിലേക്ക് പ്രവേശനം ലഭിക്കും. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം 2026 T20 ലോകകപ്പിൽ ഇതുവരെ തോൽവി അറിയാതെ മുന്നേറുന്ന അവർ കിരീട സാധ്യതയുള്ളവരാണ്. തങ്ങളുടെ ആധിപത്യം നിലനിർത്തി സെമിഫൈനലിലേക്ക് ഒരു ഉറച്ച പാത കണ്ടെത്താനാണ് അവരുടെ ലക്ഷ്യം. സിംബാബ്വെക്കെതിരായ ഈ സൂപ്പർ 8 മത്സരത്തിലെ അവരുടെ പ്രകടനം ടീമിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും നോക്കൌട്ട് ഘട്ടങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതിനും നിർണായകമാണ്. സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം ഈ കളി അവരുടെ ടൂർണമെന്റ് യാത്രയിലെ ഒരു നിർണായക ഘട്ടമാണ്. ചരിത്രപരമായി വളരെ ശക്തരായ ഒരു എതിരാളിയാണ് അവർക്ക് നേരിടാനുള്ളതെങ്കിലും ഒരു വിജയം വലിയൊരു അട്ടിമറിയാകും. അത് സെമിഫൈനലിലേക്ക് മുന്നേറാനുള്ള അവരുടെ സാധ്യതകൾക്ക് വലിയൊരു ഉത്തേജനം നൽകുകയും അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ആഘോഷിക്കപ്പെടുകയും ചെയ്യും. ഈ മത്സരഫലം സൂപ്പർ 8 ഗ്രൂപ്പിലെ അവരുടെ പോയിന്റ് നിലയെയും ലോകകപ്പിലെ മുന്നോട്ടുള്ള അവരുടെ പ്രയാണത്തെയും കാര്യമായി സ്വാധീനിക്കും. ടൂർണമെന്റിന്റെ ഘടന ഊന്നൽ നൽകുന്നത് സ്ഥിരതയാർന്ന മികച്ച പ്രകടനത്തിനാണ്. ഓരോ ഘട്ടത്തിലും ടീമുകൾ തങ്ങളുടെ ഏറ്റവും മികച്ച കളി പുറത്തെടുക്കേണ്ടതുണ്ട്. ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയും സിംബാബ്വെയും തമ്മിലുള്ള ഈ സൂപ്പർ 8 പോരാട്ടം T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ പ്രവചനാതീതവും ആവേശകരവുമായ സ്വഭാവത്തിന് അടിവരയിടുന്നു. ലോക കിരീടമെന്ന സ്വപ്നം തുലാസിൽ നിൽക്കുമ്പോൾ ഈ മത്സരത്തിന് വലിയ പ്രാധാന്യമുണ്ട്.